ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബേബിക്ക് ഇപ്പോൾ 7 മാസമായി. അപ്പോൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 മാസത്തോളം സമയമായി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബേബിക്ക് എന്തൊക്കെയാണ് കുറുക്കുകളുടെ കൂട്ടത്തിൽ കൊടുക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട്, അത് മെയിനായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ഇങ്ങോട്ട് വന്നപ്പം കുറുക്കുകൾ കൊടുക്കാനായിട്ട് ബേബിക്ക് കൊണ്ടുവന്നതെന്നുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. നാട്ടിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നും ഇപ്പോഴെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നും അത് എങ്ങനെയൊക്കെ രൂപത്തിലാണ് ബേബിക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇപ്പോഴും കാർട്ടൂണിൽ ഇരിക്കുകയാണ്. ഇതൊന്നും എടുത്തു വെച്ചിട്ടില്ല, കാരണം ഇത് എക്സ്ട്രാ സാധനങ്ങളാണ്. അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഏത്തക്കയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഏത്തക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഏത്തക്കയാണ് കേട്ടോ. പച്ച ഏത്തക്കയാണ് കേട്ടോ. വിളഞ്ഞ് വരുന്ന പരുവാകുമ്പോൾ അത് വെട്ടി അത് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളതാണിത്. നന്നായിട്ട് ഉണങ്ങി നല്ല പാകമായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഉണങ്ങിയിട്ട് അതിപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് എടുത്തിട്ട് പൊടിച്ചിട്ട് കുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത്തക്ക പൊടിയായിട്ട്. സോ അപ്പം ഇങ്ങനെ ഏത്തക്കയായിട്ട് ഇതും ഏത്തക്കയാണ് കേട്ടോ. ഇത് മുഴുവനും ഏത്തക്കയാണ്. ഇതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ആയതുകൊണ്ട് ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ് ഇവിടെ കാർട്ടൂണിൽ തന്നെ. പിന്നെ ഇതെന്ന് പറയുന്നത് പനങ്കൽക്കണ്ടമാണ്. കുഞ്ഞിന് നമ്മൾ പഞ്ചസാരയൊന്നും 1 വയസ്സ് വരെ കൊടുക്കില്ലല്ലോ. അവനെ ഇവിടെ ഇരുന്നിട്ട് നോക്കുകയാണ്. അവനവിടെ ഉപ്പേരി വെച്ചിട്ട് കളിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇത് പനങ്കൽക്കണ്ടമാണ്. കുഞ്ഞിന് ഇത് മധുരത്തിന് വേണ്ടിയിട്ട് കുറുക്കിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഇത് പൊടിക്കുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ. ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ മധുരത്തിന് പകരമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് എക്സ്ട്രാ ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ റാഗിയാണ്. റാഗി ഇതുപോലെ മുഴുവനായിട്ടുള്ള റാഗിയാണ്. നമ്മൾ കഴുകി ഉണക്കി വെച്ചേക്കുന്ന റാഗിയാണ്. ഇതിനി പൊടിച്ചിട്ടാണ് കുറുക്കി കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വേണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ കുറുക്കി കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇത് മുഴുവനായിട്ടുള്ള റാഗിയാണ്. നമ്മുടെ കടുക് പോലെ ഇരിക്കും. അപ്പോൾ ഇത് 3 ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ വച്ചിരിക്കുന്നതാണ്. പിന്നെ ബാക്കി ഇതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചയത്തേക്ക് ഉണക്കിയത് തന്നെയാണ്. ഇതിങ്ങനെ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഞാൻ പൊടിച്ച് വെക്കാറുള്ളൂ. ഒത്തിരി ഞാൻ ഒരുമിച്ച് പൊടിച്ച് വെക്കാറില്ല. കുറച്ച് ആവശ്യത്തിന് പൊടിച്ചിട്ടെടുത്തിട്ട് അത് തീരുമ്പോൾ നെക്സ്റ്റ് ബാച്ച് പൊടിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പനങ്കൽക്കണ്ടയില്ലേ, അത് ഞാൻ പൊടിച്ച് ഈ ടിന്നിലാക്കി വെച്ചേക്കുന്നതാണ്. ഇത് പൊടിഞ്ഞ് അപ്പം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറുക്കുമ്പോൾ ഈ പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇട്ടാൽ മതിയല്ലോ. പിന്നെ ഈ പാട്ടയെന്ന് പറയുന്നത് റാഗി, ഇതിപ്പോൾ തീരാറായി. എനിക്ക് നെക്സ്റ്റ് ബാച്ച് പൊടിക്കുന്നത് ഇവിടെ കുറച്ചേ ഉള്ളൂ. റാഗി പൊടിച്ചിട്ട് റാഗിയുടെ പൊടിയാണ് അതിട്ട് വെച്ചേക്കുന്നതാണ്. റാഗി നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയാണ് കേട്ടോ പൊടിക്കുന്നത്. അപ്പോൾ അത് റാഗിപ്പൊടി. പിന്നെന്താ ഉള്ളത്, ഏത്തക്ക പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് കുപ്പി പാട്ടിൽ. ആക്ച്വലി എല്ലാം നമ്മൾ കുപ്പിയുടെ പൊട്ടുന്ന ഗ്ലാസ്സില്ലേ കുപ്പി, അതിൽ മാത്രം സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. കുറച്ചൊക്കെ പ്ലാസ്റ്റിക് ഉണ്ട്, അത് എനിക്ക് വേറെ കുപ്പി കിട്ടുന്നതനുസരിച്ചിട്ട് മാറ്റണം. അത് കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ കൂടുതലും കുപ്പിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഈ ഏത്തക്ക ഇത് പൊടിച്ചതാണിത്. ഇതും കുറുക്കാക്കി കൊടുക്കും. ഇത് പിന്നെ കുറച്ച് സെർലാക്കാണ്. ഇതിപ്പോൾ ഞാൻ അവന് കൊടുക്കാറില്ല. അതിൻ്റെ റീസൺ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ സെർലാക്ക് കൊടുക്കുന്നില്ല. ഇവന് ഞാൻ ഈ കുറുക്കിലൊക്കെ ചില കുറുക്കിൽ ഇപ്പോൾ കുറുക്കിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തപ്പോൾ ടേസ്റ്റ് കുറച്ച് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുമായിരുന്നു സെർലാക്ക്. അതിപ്പോൾ ഞാൻ നിർത്തി കൊടുക്കുന്നില്ല സെർലാക്ക് ഇപ്പോൾ അവന്. ഇത് പിന്നെ അവൻ്റെ ഫോമുലയാണ്. ഈ ബേബി ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമുല മിൽക്കാണ്. ഇപ്പം ഞാൻ കുറുക്കിലൊക്കെ ഇപ്പോൾ ഓട്സൊക്കെ കുറുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പാലും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നല്ല ഒത്തിരി ഓട്സ് അല്ലെങ്കിൽ നന്നായി കട്ടിയായി പോകുന്ന സാധനമാണ്. അപ്പോൾ ഇച്ചിരി പാലും കൂടി ഇട്ടാണെങ്കിൽ പെട്ടെന്ന് കുടിച്ചോളൂ. അതിന് വേണ്ടിയിട്ടൊക്കെ ഫോമുല യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഈ കൂട്ടത്തിൽ വെച്ചേക്കുന്നത്. ഈ ബേബി ലാക്ക് എന്ന് പറഞ്ഞ ഫോമുല മിൽക്കാണ് ഇനി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെന്താ, ഇതെന്ന് പറയുന്നത് ഗോതമ്പാണ് കേട്ടോ. ഗോതമ്പ് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വിൻ്റർ അല്ലേ, ഇപ്പോൾ റാഗി എന്നൊക്കെ പറയുന്നത് നല്ല തണുപ്പാണ്. റാഗി ഒറ്റയ്ക്ക് ഇങ്ങനെ കുറുക്കാക്കി കൊടുക്കരുത് എന്നിങ്ങനെ പറഞ്ഞ് എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റാഗിയുടെ കൂട്ടത്തിൽ ഇത് ഗോതമ്പില്ലേ, ഗോതമ്പിന് ഉണക്കി പൊടിച്ചത്, ഗോതമ്പ് ഉണക്കിയില്ല, ഗോതമ്പ് ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇത്. അപ്പം റാഗി കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ 1 സ്പൂണ് ഈ ഗോതമ്പിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട്
കുറുക്കി കൊടുക്കും. അതാകുമ്പോൾ അത്രയ്ക്ക് തണുപ്പ് ഇങ്ങനെ അഫക്റ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഇങ്ങനെ ഗോതമ്പ് പൊടിച്ചത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓട്സ് വറുത്ത് പൊടിച്ചതാണ്. നമ്മുടെ സാധാ ഓട്സ് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നല്ല പൊടിയായിട്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഓട്സ് അതും തീരാറായി. ഇതിങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ പൊടിച്ച് വെക്കാറുള്ളൂ. അപ്പോൾ ഓട്സ് അങ്ങനെ പൊടിച്ച് വെച്ചതാണിത്. അതിൻ്റെ കുറുക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇതെൻ്റെ ബൂസ്റ്റാണ് കേട്ടോ, അതവൻ്റെ അല്ല. പിന്നെ ഇതെന്താണ്, ഇതെന്ന് പറയുന്ന ഒരു മൾട്ടിഗ്രെയിൻ പൗഡറാണ്. ഇതിൻ്റെ മൾട്ടിഗ്രെയിൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മൾട്ടിഗ്രെയിൻ. കുറേ ഗ്രെയിൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കോണൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേറെ എന്തൊക്കെയോ കുറേ ഗ്രെയിൻസ് ഉണ്ട്. സെറിയൽസ് ആണെല്ലാം. അതിൻ്റെ ഒരുമിച്ചുള്ള ഒരു മിക്സാണിത്. ഇത് ഞാനൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഈ പാട്ടയ്ക്കകത്ത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, കാരണം അത് ഒത്തിരി ഗ്രെയിൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയാണ് അത് മാത്രമായിട്ട് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഓട്സൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഞാൻ ഇത് ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് കുറുക്കി കൊടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സെറിയൽസ് ഒരുമിച്ചുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ഗുണം അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇതിൻ്റെ അകത്ത് നട്ട്സും കൂടി ഉണ്ടായിരുന്നു. നട്ട്സൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോഴേ നട്ട്സ് നമുക്ക് അലർജിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ നട്ട്സ് ഇട്ടിട്ടില്ല. ഇത് മാത്രം ഒന്ന് വറുത്ത് പൊടിച്ച് ഇത് വെച്ചേക്കുന്നതാണ്. ഞാൻ ഓട്സൊക്കെ കുറുക്കുമ്പോൾ ഓരോ സ്പൂണും ചിലപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് കുറുക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണിതിങ്ങനെ. അതങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവൻ്റെ തട്ട്. ഇത്രയും കുറുക്കുകളാണ് ഞാൻ മെയിനായിട്ട് ഇവന് കൊടുക്കാറുള്ളത് കുറുക്കിൻ്റെ ഐറ്റംസിൽ. പിന്നെ അല്ലാണ്ട് ഇവന് ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട്, വെജിറ്റബിൾസ് കൊടുക്കാറുണ്ട്, കുറച്ച് ചോറൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ചാർട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളായിട്ടൊക്കെ കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. കുറുക്കിൻ്റെ ഐറ്റംസിൽ ഇത്രയാണ് കേട്ടോ കൊടുക്കാറ്. പിന്നെ ഓരോ കുറുക്ക് എങ്ങനെ ഉണ്ടാക്കി ഞാൻ കൊടുക്കാറുള്ളതെന്നൊക്കെ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ചെയ്യാം. ഓക്കെ. സോ അവനിവിടെ സ്ട്രോളറിൽ ഇരുന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്. സോ ഇതാണ് എൻ്റെ ബേബി, എൻ്റെ 7 months old ബേബി ചിക്കു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞാൻ ഇതൊരു വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. സോ അവനിപ്പോൾ ജോയിൻ ചെയ്യണമെന്നൊരാഗ്രഹം ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ചിക്കു ബേബി ഇതാണ്. ഹായ് പറ എല്ലാവർക്കും. ഹായ് പറയുന്നു. ഇത് അങ്ങോട്ട് നോക്കി, ആൻറ്റിമാരുണ്ട് അവിടെ, ആൻറ്റിമാരും ചേച്ചി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.